ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തൈരും മുളകും ഇട്ട ഒരു കറിയാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിരിക്കുന്നു, 4 പച്ചമുളക്, 2 ഉണക്കമുളക്, കറിവേപ്പില, ചുവന്നുള്ളി ഒരു 4 എണ്ണം, വെളുത്തുള്ളി ഒരു 3 എണ്ണം, 3 അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, കടുക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ കയ്യിൽ കായമുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം ചുവന്നുള്ളി ഒന്ന് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കേണ്ടതാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല രുചിയുള്ള ഒഴിച്ചുകറിയാണിത്. ചോറിൻ്റെ കൂടെ ഇതും ഒരു കഷ്ണം മാങ്ങ അച്ചാറോ എന്തെങ്കിലും അച്ചാറും കൂടി മതിയാവും ചോറ് കഴിക്കാൻ. പപ്പടവും കൂടി ഉണ്ടെങ്കിൽ കുശാലായിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്കും തരണേ. കടുക് നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടാൻ തുടങ്ങുന്നു. ഇപ്പോൾ കടുക് പൊട്ടും. കടുക് പൊട്ടി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഉള്ളിയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നിറം ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി മുളക് ഞാൻ 4 പച്ചമുളകും 2 ഉണക്കമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉണക്കമുളക് മാത്രമോ ഒരു 2 പച്ചമുളകും കൂടെയോ ഇട്ട് കൊടുക്കാം. ഞാൻ നടുവേ ഒന്ന് കീറിയിട്ടാണ് ഈ പച്ചമുളക് ഇടുന്നത്, അല്ലെങ്കിൽ എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതായത്. അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും മുളകിൻ്റെ എരിവും കുറയും. അതിനാണ് ഇങ്ങനെ വഴറ്റുന്നത്. മുളക് ഒന്ന് നല്ലവണ്ണം മൂത്ത് വരണം. പച്ചമുളക് വരഞ്ഞാലും ചില സമയം പൊട്ടിത്തെറിക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒന്ന് വാടി കിട്ടണം. മുളകിൻ്റെ കളറൊന്ന് മാറി വരണം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. പ്രവാസികൾ ചെയ്യുമ്പോൾ ഉണക്കമുളക് മാത്രം ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് 2-3 ദിവസം നല്ലപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് തൈര് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 1 കവറ് തൈര് ഇട്ട് വേണമെങ്കിലും 10 പച്ചമുളക് 10-12 പച്ചമുളക് അല്ലെങ്കിൽ 10-12 ഉണക്കമുളക് ആയിട്ട് വെക്കാവുന്നതാണ്. മുളക് ഇച്ചിരി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കായമില്ല. ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ജാറിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് ഇനി ചേർത്ത് കൊടുക്കാം. നല്ല രുചിയുള്ള മോര് കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ പപ്പടവും അച്ചാറും കൂട്ടി മീനൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് അധികം തിളക്കാൻ പാടില്ല ഈ കറി. എല്ലാവർക്കും സംശയം ഇങ്ങനെ സാധാ മോര് കറി ഉണ്ടാക്കുമ്പോൾ തിളച്ചാൽ പിരിഞ്ഞു പോകുമോ എന്നുള്ളതാണ്. അതിനൊരു കാര്യമുണ്ട്. കുറച്ച് ചൂടാവുമ്പോഴേ നിങ്ങൾ ഇത് അടുപ്പങ്ങ് ഓഫ് ചെയ്യണം. ഇത് തിളച്ച് വന്നാൽ കറി രുചി ഉണ്ടാവില്ല. ചട്ടിയുടെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഇത് പിരിഞ്ഞു പോകും. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ ഇട്ട ഉപ്പ് കറക്റ്റാണ്. ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. കറി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വെക്കുക. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ബാച്ചിലേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു കറിയാണ്. പ്രവാസികൾക്കും പെട്ടെന്ന് ധൃതിയിൽ കറി ഉണ്ടാക്കുന്നവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. തേങ്ങയൊന്നും അരക്കാതെ ഈ കറി ഉണ്ടാക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.